കൊല്ലത്ത് ആഭിചാര കേന്ദ്രത്തിന്റെ മറവിൽ തട്ടിപ്പ് നടത്തിയത് സ്വകാര്യ ബസ് ഡ്രൈവറായിരുന്ന ഷിനു മുരളീധരൻ. കൊല്ലം വയനാട് നിന്നും ലക്ഷങ്ങൾ തട്ടിയെടുത്ത് നാടുവിടുകയായിരുന്നു ഷിനു. സ്വകാര്യ ബസ് ഡ്രൈവറായിരുന്ന ഇയാൾ പിന്നീട് ആഭിചാര ക്രിയകൾ നടത്തുന്ന മന്ത്രവാദിയായി മാറുകയായിരുന്നു. കൊല്ലം കൊട്ടിയം റോഡിൽ ബസ് ഓടിക്കുകയും പിന്നീട് ഡ്രൈവിംഗ് പരിശീലകനായി മാറുകയും ചെയ്ത ഷിനു മുരളീധരൻ എന്ന അപ്പു കാക്കി ഊരിവെച്ച് കാഷായ വസ്ത്രം ധരിച്ചത് പണം സമ്പാദിക്കുവാനും സ്ത്രീകളെ വശത്താക്കുവാനുമായിരുന്നു. ആദ്യ ഭാര്യയുമായി വിവാഹബന്ധം വേർപെടുത്തിയിരുന്നു ഇയാൾ. തുടർന്ന് വയനാടുള്ള ഒരു ട്രാൻസ്ജെൻഡർ യുവതിയുമായി സൗഹൃദത്തിലാവുകയും പിന്നീട് വീടിനോട് ചേർന്നൊരു ആശ്രമം പണിയിക്കുകയും തമിഴ്നാട്ടിൽ നിന്നും വിഗ്രഹങ്ങൾ വാങ്ങി ഇവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ആഭിചാര ക്രിയകളിലേക്ക് കടക്കുകയും ആടുമാടുകളെ ഇവിടെ കുരുതി കൊടുക്കുകയും ചെയ്തു. ആ രക്തക്കറ പിന്നീട് ഇയാൾ തന്റെ ശരീരത്തിലേക്ക് ഒഴിക്കുമായിരുന്നു. ട്രാൻസ്ജെൻഡർ യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി ഇയാൾ കൂടെ താമസിപ്പിക്കുകയും പിന്നീട് ട്രാൻസ്ജെൻഡർ യുവതിയുടെ ബന്ധുവായ യുവതിയോട് അടുപ്പത്തിലാവുകയുമായിരുന്നു. ഇതോടെ ട്രാൻസ്ജെൻഡർ യുവതിയും ഷിനുവും തമ്മിൽ അകലുവാൻ ഇടയായി. പിന്നീട് തനിക്ക് കിട്ടിയ ലക്ഷക്കണക്കിന് രൂപയുമായി ഇയാൾ ട്രാൻസ്ജെൻഡർ യുവതിയുടെ ബന്ധുവിനൊപ്പം ഒളിച്ചോടുകയായിരുന്നു. തന്നെ കബളിപ്പിച്ചു എന്ന് കാണിച്ച് ട്രാൻസ്ജെൻഡർ യുവതി പോലീസിൽ പരാതി നൽകി. ഇവിടെ താനാണ് പ്രൊവിഷൻ സ്ഥാപിച്ചതെന്നും ഇവിടെയാണ് തന്റെ പ്രധാന കേന്ദ്രം എന്നൊക്കെയാണ് പോലീസിന് കൊടുക്കുന്ന മൊഴി. ഇതെന്തെങ്കിലും ശരിയുള്ളതാണ്? ഇതൊന്നും വാസ്തവമല്ല. ഇദ്ദേഹം ഇവിടെ പ്രതിഷ്ഠ നടത്തിയിട്ടും ഇല്ല. നമുക്ക് ഇതിനെക്കുറിച്ച് കാരണം ഇദ്ദേഹം ഇവിടെ ആദ്യമേ വന്നപ്പോ തന്നെ ഇദ്ദേഹത്തിന് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെന്നുള്ള കാര്യം നമുക്കത് അറിയത്തില്ല. നമ്മളടുത്ത് ഓരോ വാഗ്ദാനങ്ങൾ നൽകിയായിരുന്നു. അത് ചെയ്തു തരാം, ഇത് ചെയ്തു തരാം. അപ്പം നമ്മൾ പറഞ്ഞ് നമ്മളിവിടെ 16 വർഷം കൊണ്ട് ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നതാണ്. ഇവിടെ കുരുതിയുടെ ഭാഗമായിട്ട് തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളും എന്റെ കുടുംബക്കാരും എല്ലാം ഇതിനെ എതിർത്തായിരുന്നു. 2-3 പ്രാവശ്യം അയാൾ ഇത് ചെയ്തപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഇതിവിടെ ചെയ്യരുത്. അയാള് ഈ കോഴിയെ വെച്ചിട്ട് ഇവിടെ കുരുതി നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞു ഇതിവിടെ ചെയ്യരുത്, ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അപ്പൊ ഇയാൾ നമ്മുടെ അടുത്ത് ഭീഷണിപ്പെടുത്തി. ഇത് കണക്ക് എന്തോ കുടുംബത്തിൽ ആരെങ്കിലും ഒരാളൊക്കെ തട്ടിപ്പോവും, എൻ്റെ അച്ഛൻ മരിച്ചു പോവും, അമ്മ മരിച്ചു പോവും, എൻ്റെ സഹോദരങ്ങൾ മരിച്ചു പോവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇയാൾ ഇവിടെ ഈ കുരുതിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയത്. പക്ഷെ അത് നമ്മൾ നിർത്തിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നിർത്തിച്ചിട്ട് നമ്മൾ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. കൊല്ലം ഈസ്റ്റിൽ വനിതാ സെല്ലിൽ കൊണ്ടുവന്ന് കേസ് കൊടുത്തു. വിവാഹ വാഗ്ദാനവും നൽകി. ഞാനൊരു TG ആണ്, എനിക്ക് സർജറി ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അയാൾ മാറിയത് എൻ്റെ മാമന്റെ മോളെ പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് അവൾ ഇവിടെ തൊഴുവാനും എടുക്കാനൊക്കെ വരുമായിരുന്നു. അപ്പം അവളുമായിട്ട് ഇയാൾ ബന്ധം പുലർത്തുകയും അവളെ കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സ്ത്രീ വിഷയത്തില് ഇയാള് മോശക്കാരനാണ്. അതിനുശേഷമാണ് ഞങ്ങൾ ഇവിടുന്ന് ഇയാളെ പറഞ്ഞു വിടുന്നത്. ഇവിടെ ശരിയാവത്തില്ല എന്ന് നമുക്ക് മനസ്സിലായി. ഇവിടുന്ന് ഇപ്പൊ പോയിട്ട് ഇത് 1 വർഷമായിട്ടുണ്ട്. ഇയാൾ കൊല്ലം കേന്ദ്രീകരിച്ച് പിന്നീട് ജ്യോതിശാലയം നടത്തുകയും ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുക്കുകയും ചെയ്യുകയായിരുന്നു.